കൃഷ്ണ 2018 മുതലാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഞാൻ നമ്മുടെ ഈ ഭാഗത്ത് 2018 ഇവിടെ എത്തി. കൃഷ്ണ ഇവിടെ എത്തിയ സമയത്ത് തന്നെ അവിടെ ഒത്തിരി മാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇവിടെയുള്ള പരിസരവാസികൾക്ക് തന്നെ ഭയങ്കര സ്മെല്ലുകളും ഫുഡ് വേസ്റ്റുകൾ, മറ്റേ പ്ലാസ്റ്റിക്കുകൾ, മൊത്തം എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പം കോർപ്പറേഷനിൽ അറിയിക്കുമ്പോഴത്തേക്ക് അവർ മാസത്തിലോ വർഷത്തിലോ ഇങ്ങനെ വന്ന് വൃത്തിയാക്കി കൊണ്ട് പോകുമായിരുന്നു. നമ്മുടെ ഗവൺമെൻറ് വഴിയാകുമ്പോൾ വേസ്റ്റൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലാകുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ക്യാഷ് കൊടുക്കത്തില്ല, അവരിങ്ങോട്ട് തരും നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുശേഷം കൃഷ്ണ വന്ന് ഇപ്പോൾ ഇതൊക്കെ നല്ല ക്ലീനിങ് ആയി. പിന്നെ ഓരോ വീടുകളിൽ വന്നിട്ട് ചാക്കുകൾ തന്നു. 4 അറ കണക്കിലുള്ള ചാക്കുകളാണ് തന്നത്. നേരത്തെ ആണെങ്കിൽ നമ്മൾ വേസ്റ്റൊക്കെ വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ക്യാരി ബാഗ് കിട്ടിയതിന് ശേഷം അതിനകത്താണ് പ്ലാസ്റ്റിക് ബോട്ടിലായാലും കവറായാലും പിന്നെ പേപ്പറായാലും നമ്മൾ അതിലിടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ഉണ്ട് നമ്മുടെ ഈ സിസ്റ്റം തുടങ്ങിയതിന് ശേഷം. The approach and the design has all been created by the women who we employ, and that has been incredible because we've also learned so much about how the community runs. So an example of that is the bags that were originally designed. When we first went in the community, we tried to design a bag that would be in the household, and it was on the floor, and it kind of had openings for each section of waste we were collecting. The community didn't like it because they already have very limited space in their houses. There's often 2 or 3 families living in one small house, but it was also attracting rats and cockroaches. And so they didn't like this, it didn't work, and they came to us and said, you know, what would work is if we stitched these bags, we designed them so they could hang on a hook outside our house, not in their home. It's not creating a health issue. So we designed these bags and they've worked really well, and everyone in the community now wants the bags. The demand for our services far outweighs the supply. ഇപ്പോൾ ഈ 2023 ആയപ്പോഴത്തേക്ക് ഈ ഏരിയകളിൽ ഫുള്ളും ആൾക്കാരുടെ വീടുകൾ അതുണ്ട്. അപ്പോൾ ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര നന്ദിയുണ്ട്. കൃഷ്ണ ഇവിടെ വരാൻ പോയിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ മാലിന്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തത്. വീടുകളിലുള്ള ചപ്പുചോറുകളൊക്കെ ഞങ്ങൾ ഈ വേസ്റ്റുകൾ എല്ലാ വെള്ളിയാഴ്ചകളിലും അത് വേർതിരിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഓരോ ലേബേഴ്സ് ഉണ്ട്, 2 ലേബേഴ്സ് ഉണ്ട്. 2 ലേബേഴ്സും കൃഷ്ണ ഞങ്ങൾക്ക് ക്യാഷ് തരും. അത് അവർ ഷെയർ ചെയ്തെടുക്കുകയും ചെയ്യും. വരുമാനങ്ങളായപ്പോൾ ഇവിടുത്തെ ആൾക്ക് ഭയങ്കര സന്തോഷമാണ്. മുമ്പൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയും നാണക്കിടക്കായിരുന്നു, വേസ്റ്റ് എടുക്കാനായിട്ടെന്നുള്ളൊരു നാണക്കിടക്കുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊരു ജോലി, ഒരു വരുമാനം എന്നുള്ള ലെവലിൽ അവർ ഭയങ്കര ഇൻട്രസ്റ്റോടെ ചെയ്യുന്നു. ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അവർ വേണ്ടാന്ന് പറയും, ആ ചാക്കൊക്കെ എടുത്ത് ദൂരോട്ട് വലിച്ചെറിയും. പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും അവിടെ ചാക്ക് കാണത്തില്ല, അവർ വലിച്ചെറിയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ഞാൻ പോലും ഇതിൽ താല്പര്യം കാണിച്ചിട്ടില്ല. എനിക്ക് ഇതൊരു ഇഷ്ടക്കുറവായിട്ട് തന്നെ തോന്നിയെന്ന്. പിന്നീട് നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ജോലി വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് ചെയ്യാം എന്നുള്ള, നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന തന്നെ വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ ആയപ്പോൾ നല്ല താല്പര്യം ഇതിൽ കൂടുകയും ചെയ്തു. ഇപ്പം വേസ്റ്റ് എവിടെ കണ്ടാലും അത് നമ്മളെടുത്ത്, ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്, ഒരു ബിങ്കോ കവർ എവിടെയെങ്കിലും റോട്ടിൽ കിടന്നാൽ പോലും അല്ലെങ്കിൽ ഒരു ബോട്ടിൽ കിടന്നാൽ പോലും അതിനെടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആ ചാക്കിലാണ് ഇടുന്നത്. ഇപ്പം ഞാൻ ഇതിലോട് അവരെ പോലെ ഇതിൽ ഭയങ്കര ഒരു ആഗ്രഹം കൂടുതലാണ് എനിക്ക്. ഈ ജോലിയോട് ഭയങ്കര താല്പര്യം. ഈ വേസ്റ്റ് കളക്ഷൻ വന്നതിന് ശേഷം നല്ല മാറ്റം കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ മാലിന്യം നമ്മുടെ പരിസരത്ത് നിന്ന് മാറിയത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, അസുഖങ്ങളിൽ നിന്നൊക്കെ നല്ല മുക്തിയുണ്ട്. കൊച്ചുകുട്ടികൾക്ക് നല്ല അസുഖങ്ങളൊക്കെ വരാറുണ്ട്. എൻ്റെ മോൾക്ക് തന്നെ ആ സമയം കുഞ്ഞായിരുന്നു മോള്, അപ്പോൾ ചുണ്ടിലൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ സർജറി കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങൾ വീട്ടിലെത്തി. ജൂബിലി ആയിരുന്നു സർജറി. പിറ്റേന്ന് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻഫെക്ഷൻ എടുത്ത് അവൾക്ക് ചുണ്ടൊക്കെ നല്ല പിളർന്ന് ബ്ലഡുകളൊക്കെ വന്നു. പിന്നെ വീണ്ടും ഇതേം കൊണ്ട് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ 1 മാസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു. കാരണം ഈ മാലിന്യം കാരണമാണ്. ഈ മാലിന്യം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു, വീട്ടിൽ തന്നെ ഇരിക്കാമായിരുന്നു. അപ്പോൾ ഈ മാലിന്യം ഇവിടെ കിടക്കാൻ പോയിട്ട് അപ്പോൾ ഒരു ഡോക്ടർ ചോദിച്ചു വീട്ടിൻ്റെ അടുത്ത് മാലിന്യം ഇങ്ങനെ ഉണ്ടോ? ഞങ്ങൾ ഉണ്ട്, അതിൻ്റെ ഇൻഫെക്ഷൻ കാരണമാണ് കൊച്ചിനിങ്ങനെ ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാലിന്യം കാരണം 1 മാസം കൊച്ചിന് മുറിവ് ഉണങ്ങുന്നത് വരെയും ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു. കൃഷ്ണനെ വന്ന് ഇതൊക്കെ കണ്ട് ഇതായതിനു ശേഷം അവർ ആൾക്കാർ മാറണം. ഞാൻ കൃഷ്ണനോട് പറയാറുണ്ട് നമ്മൾ വേറെ ഭാഗത്ത് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷ്ണൻ്റെ അടുത്ത്. അവർ മാറണം, ഇതുപോലെ മാറി അവർക്കും നല്ലത്, അവർ വീടിനും പരിസരം വൃത്തിയാകും, അവരുടെ മക്കളുടെ ആരോഗ്യം നല്ലതാകും, അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി കിട്ടും. It's been really exciting to see that community leadership, because what it's also doing is it's empowering these women and youth to become leaders.
Often these communities are very marginalised. Women are a marginalised subgroup already in a marginalised group of coastal people, and they face a lot of challenges from domestic violence and abuse, yet they're so resilient and they're the ones really driving change. And what we're seeing from our projects now is that whole gender dynamic is changing. As the women become more empowered, they're feeling more confident, they're banding together, they're kind of forming these strong communities around our waste projects, and as a result that gender dynamic changes where the impacts on them from violence, from domestic issues and on their kids, it's reducing as a result. And the men want to get involved in the projects now too because they're seeing the benefits that it's creating for their community. The beauty of our projects are that they're year-round. Our Waste to Wealth projects operate every day, 7 days a week, 365 days a year. There's employment for the women through these programs. As we continue to scale, and hopefully we're going to be building a waste recovery centre in Vietnam shortly, the goal is to build the whole building from the recycled trash that we collect from the community itself, which can really showcase what we can do and the ingenuity that can be created by turning waste into wealth. But that really excites me because I think struggling coastal communities all around the world can benefit from these projects. They can create new employment opportunities, they can lift themselves out of poverty whilst also addressing some of the most pressing environmental challenges of our time. കഴിച്ചു